എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്ര അധികം പരാതികളായിട്ട് വരാൻ? ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു. എനിക്കല്ലല്ലോ വീട് തന്നത്, എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. വീട് ചോരുന്നുണ്ട് രേണുസുതി. അപ്പം ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, മഴ, ഇതാണ് പറഞ്ഞത്. ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി ഈ വീട് ചോരുന്നുണ്ട്? ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം, ഞങ്ങളുടെ വീടല്ലല്ലോ. ഈ ഇടയ്ക്ക് നിന്ന് ക്ലോക്ക് വീണു, തകർന്നു, അത് ക്ലോക്കല്ല, ഫാനാണ് വീണത്, മുറിഞ്ഞിരിക്കുന്നുണ്ട്. ചെയ്തതിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ആയിരുന്നു. മുന്നോട്ട് കാണുമ്പോൾ ആ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇപ്പോഴേ കിടന്ന് ഇപ്പോഴും ഞാൻ കള്ളിയാകും. ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ രേണുസുതി കള്ളിയാവും. ശരിക്കും അങ്ങനെ ഒരു വീട് തന്നു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് താമസിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയല്ലേ അത്? ഒരു മുട്ടായി കിട്ടിയാൽ വരെ നന്ദി പറയുന്ന രേണുസുതി എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടും അതിനോടൊരു കടപ്പെട്ടിരിക്കാത്തത്? ഞാൻ എന്നും നന്ദിയുള്ളതായിട്ട് തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു അല്ല, അപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, എങ്ങനെ പറഞ്ഞാലോ, ഒരു വശം മാത്രം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആരാണ് പറഞ്ഞത്? ഹായ്, ഹലോ എവ്രിവൺ, വെൽക്കം ടു വെറൈറ്റി മീഡിയ പ്രസൻസ് ലൈവ് പോഡ്കാസ്റ്റ് വിത്ത് റോഹൻ. സോ ഇന്ന് വിശേഷണമായിട്ട് നമുക്ക് കൂടെയുള്ളത് നവമാധ്യമങ്ങളിലെ ഒരു ശ്രദ്ധേയ താരമാണ്. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യതയെ ഉണ്ടാവില്ല. ഒരു പക്ഷേ ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാതെ നമ്മൾ പോകുന്നുണ്ടാവില്ല. സ്വാഗതം ശ്രീമതി രേണുസുതി. നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം ബിസി ലൈഫിൽ ഭയങ്കരമായിട്ട് അല്ലേ, ബിസി സ്കെഡ്യൂളാണ് ആയിട്ട് പോകുന്നു എന്നുള്ളത്. ശരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 5-6 മാസത്തോളം എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്തൊരു ഇന്നിങ്സ് പോലെ ഭയങ്കര ഒരു ബിസി സ്കെഡ്യൂളിലോട്ട്, ബിസി ലൈഫിലോട്ട് മാറുന്നു. ഒരു മീഡിയ ഫീൽഡിലോട്ട് ബന്ധമുള്ള ഒരാളാണെങ്കിൽ പോലും അതിൽ സജീവ സാന്നിധ്യമായിട്ട് മാറുന്നു അല്ലേ? എങ്ങനെ ഈ ഒരു മാറ്റം, ഒരു 2.0 വേർഷൻ? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മാറ്റം, നമ്മളിപ്പം ചില ആളുകൾ ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ട്, അതായത് ഹൈപ്പിൽ നിൽക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് മിക്ക ആളുകളും. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഒഴുക്കിപ്പെട്ട് കയറി വന്ന ഒരാളാണ് ഞാൻ. അപ്രത്യക്ഷമാണ്, പക്ഷെ അപ്രതീക്ഷിതമാണ്. യെസ്, ആ ഒഴുക്കിലേക്ക് കയറ്റി വിട്ട ആള് ദാസേട്ടനാണോ? തീർച്ചയായിട്ടും. ആ ഒരു എന്താ പറയാ, ഇത്രയും എയറിലായി വൈറലാകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വൈറലായി എയറിലാകുക എന്ന് പറഞ്ഞാൽ ദാസേട്ടനെ ആ ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാനത്ത്. ഈ ദാസേട്ടൻ്റെ സാധാരണ രീതിയിൽ ഇപ്പോൾ വീഡിയോകൾ, റീലുകളാണെങ്കിലും വൈറലാവാറുണ്ട്. അതുപോലെ തന്നെ കുറേ രീതിയിലേക്ക് അല്ലേ കമൻസ് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ അറിയാം, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ദാസേട്ടൻ ഇങ്ങനെ ഒരു ഓഫർ വെച്ചപ്പോൾ, ദാസേട്ടൻ കോഴിക്കോട് വെച്ച് കഴിഞ്ഞ സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ ഇത് ചെയ്യണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കൊരു റീല് പ്രൊഫഷണലായിട്ട് ചെയ്യണം രേണു എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ നമുക്ക് ചെയ്യാം. അപ്പോഴും ഈ ചാന്ത് കുടഞ്ഞൊന്നും നമുക്കറിയില്ല ഏതാ ചെയ്യണം. അപ്പം ആളുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചൊന്നും ഏതാ ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് ആലോചിച്ചു. ഞാൻ ചുമ്മാ അതിപ്പം പറയുമ്പോൾ എങ്ങനെയാണ് എനിക്കറിയില്ല, വലിയൊരു വിശ്വസിക്കുമോ എന്നറിയത്തില്ല. അപ്പം എന്നോട് നീ പാട്ട് തപ്പ് രേണു പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഞാൻ നോക്കാം ഏട്ടാ. അങ്ങനെ നോക്കി ഈ സാധനം കണ്ണിലുടക്കുന്നത് ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാനത്ത്, ദിലീപേട്ടനെ, ഗോപി ചേച്ചിയുടെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ദാസേട്ടനെ വിളിച്ചപ്പോൾ ദാസേട്ടൻ കാറിൽ വന്നപ്പോൾ ഈ പാട്ട് തന്നെ, രണ്ടുപേരും പറയുന്ന ഒരു പാട്ടാണ്, മറ്റേ സിനിമയിലൊക്കെ പോലെ ഒരു കാര്യമാണ് രണ്ടുപേരും. മറ്റേ ബുക്ക് എടുക്കത്തില്ലേ അതേപോലെ. ശരിക്കും വീഡിയോ വന്നു ചെയ്യാൻ താല്പര്യത്തോട് ചെയ്തു, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വൈറലായി അല്ലേ? ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് വിവാദവും ചെയ്തു. വിവാദങ്ങൾ, റിയാക്ഷൻസ്, തെറിവിളി, അശ്ലീലം തുടങ്ങി. ഒട്ടും പ്രതീക്ഷയില്ല. ഇല്ല, അത്രയൊന്നും ഞാൻ അങ്ങനെ അത്ര രീതിയിലൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനകത്തൊന്നും കാണിക്കുന്നില്ല അത്ര. അതെ, അതാണ് ശരിക്കും വിഷയാവുക. ശരിക്കും എക്സ്പോസ് ചെയ്താൽ അങ്ങനെ വിഷയാവുന്നുണ്ടോ? ഇപ്പൊ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മാത്രം പറയാനൊന്നും കാണിച്ചില്ലല്ലോ. ആ കിട്ടുന്നവർക്ക് അല്ലെങ്കിൽ അവര് അക്സെപ്റ്റ് ചെയ്ത പോലെ ഇരിക്കും നമ്മൾ എന്താണ് ചെയ്തത്. ശരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കുറെ വീഡിയോകൾ വന്നു, ഷോർട്ട് മൂവീസ് വന്നു, ഫിലിമിൽ വരെ എത്തി നിൽക്കുന്നു അല്ലെ? കുറെ മൂവീസ് ഇപ്പൊ ചെയ്തു തുടങ്ങി വരുന്നുണ്ട്. ശരിക്കും ഇപ്പൊ കുറെ വേഷങ്ങളിൽ കാണാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ ചോദിക്കും, ശരിക്കും ഇന്ന വേഷത്തിലൂടെ ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇന്ന വേഷം ഇനി മൂവിയിൽ കിട്ടിയാൽ ചെയ്യും, അങ്ങനെയൊന്നുമില്ല. എന്തും ചെയ്യും എന്ന്, അതായത് എന്തും ചെയ്യുന്ന നമുക്ക് കംഫർട്ടബിൾ ആണോ നമ്മൾ ചെയ്യും. ഡയറക്ടർ പറയുന്ന വേഷം നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ചെയ്യും. നമുക്ക് ഇന്ന മൂവി അല്ലെങ്കിൽ വലിയ മൂവി അങ്ങനൊന്നും ഇല്ല. അല്ലെങ്കിൽ ആൽബം, ഷോർട്ട് മൂവി അല്ലെങ്കിൽ വലിയ മൂവി, അങ്ങനെ എല്ലാം ഒരേപോലെ എല്ലാം ഒരേപോലെ സ്വീകരിക്കും.
തീർച്ചയായിട്ടും ഈ സിനിമ സ്വപ്നം കാണുന്ന ആർക്കാണെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന ആളുടെ ഒപ്പം അഭിനയിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ടറായിട്ട് ഇന്ന ആളുടെ സാറിൻ്റെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അല്ലേ? അത്തരത്തിൽ ശരിക്കും ഒരു ഡയറക്ടറെ ശരിക്കും അങ്ങനെ ഞാൻ ഡ്രീം ചെയ്ത് വന്ന ഒരാളല്ലോ. അല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഇനി ആരായിരിക്കും അങ്ങനെ ഒരു ഡയറക്ടറാണോ ചെയ്യണമെന്ന് ആഗ്രഹം? ഡയറക്ടറും അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ കൂടെ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ നമ്മുടെ ആഗ്രഹങ്ങൾ പറയല്ലോ, ഇത്ര നമുക്ക് അതിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ ഡയറക്ടർ ലാൽ ജോസ് സാറ് ലാൽ ജോസ് സാറാണ് ചെയ്യണമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. കോ ആക്ടറായിട്ട് ആര് വേണം? നായകനായിട്ട്? അയ്യോ, നായകനോ? ഇനി ഞാൻ നായികയാകുന്നില്ല, നായികയായിട്ടാണ് വിളിക്കുന്നത് ലാൽ ജോസ് സാർ. അങ്ങനെയൊന്നും വിളിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ല നായികയായിട്ടൊന്നും ഞാൻ അതിനുള്ള ആളൊന്നും ഇല്ല. ഏത് വേഷമാണെങ്കിലും ലാൽ ജോസ് സാറിന് ചെയ്യും? തീർച്ചയായിട്ടും, എന്ത് വേഷം തന്നെ ചെയ്യും. ലാൽ ജോസ് സാർ വിളിച്ചു രേണുസുദിനെ വിളിച്ചിട്ട് ഇങ്ങനൊരു സിനിമയിൽ ഓഫറുണ്ട്, ഒരു മൂവിയിൽ വേഷമുണ്ട്, ചെയ്യണം എന്ന് പറയുമ്പോൾ തിരിച്ച് രേണുസുതി എന്ത് ചെയ്യും? ഡിമാൻഡ് ചെയ്യും, എനിക്ക് ഇത്ര സ്ക്രീൻ സ്പേസ് ഉള്ള വേഷം വേണം, എനിക്ക് കാരവാൻ വേണം, എനിക്ക് ഇന്ന ക്യാരക്ടർ വേണം. ഒരിക്കലും ഇല്ല. സാറ് വിളിച്ചല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമെന്ന് കരുതും. ശരിക്കും അങ്ങനെ ഒരു ഓഫർ തരുന്ന സമയത്ത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസിൽ കാണുന്ന ഒരു വാല്യൂ കാണുന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ അതിന് വലിയ ഡിമാൻഡ് ഒന്നും കാണിക്കാത്ത ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രേണുസുദീനെയും ഒരുപക്ഷെ മക്കളെയും ഓർത്ത് ഒരുപക്ഷെ ആ സാഹചര്യത്തെയും അവസ്ഥയും കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം KHDC എന്നൊരു കൂട്ടായ്മ ശരിക്കും ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ തന്നൊരു ഓഫറിനെ, അങ്ങനെ തന്നു കിട്ടിയ ഓഫറിനെ ഡിമാൻഡ് കാണിക്കാത്ത രേണുസുതി എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്ര അധികം പരാതികളായിട്ട് വരാൻ? ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു. എനിക്കല്ലല്ലോ വീട് തന്നത്, എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. നമ്മൾ അവിടെ താമസിക്കുന്നത് തന്നെ മൂത്ത മോൻ അവിടെ നിൽക്കുന്നില്ല, അവൻ പഠിക്കാൻ പോയേക്കുവാണ്. അപ്പം ഞാൻ അവിടെ നിൽക്കുന്നതന്നെ ആ 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം, അതിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. സോ നമ്മൾ എന്ത് ഡിമാൻഡ് കാണിച്ചെന്നാ പറഞ്ഞാൽ മനസ്സിലായില്ല, എന്താണ് പറഞ്ഞോളൂ. വീടിന്റെ കാര്യത്തിൽ അത് റോഹാൻ ഒരു ദിവസം വന്ന് നോക്കൂ. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണെന്നറിയാം, മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യം കാണുന്നൊരു ഇവർക്ക് ഭയങ്കര ജാടി, പക്ഷെ എന്നോട് ഒറ്റ തവണ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയും. കാരണം മനസ്സിലൊന്നും നിൽക്കൂല. ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാളെ ഞാൻ മനസ്സിലൊന്നും ഒന്ന് വിട്ടു പറഞ്ഞ എന്തും ആകട്ടെ, എനിക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്നൊരു സാധനമാണ് ഞാൻ. വീട് ചോരുന്നുണ്ട് രേണുസുതി. അപ്പം ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, മഴ, ഇതാണ് പറഞ്ഞത്. അല്ല ശരിക്കും അത് റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോ വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ? അല്ല, പുറത്തല്ലേ? പുറത്താണ്. ശരിക്കും ആ ചാനലുകാരൻ അപ്പൊ എങ്ങനെ ചോദിക്കാൻ? ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല, കുറെ ചാനലുകാർ നിൽക്കുമല്ലേ. ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി ഈ വീട് ചോരുന്നുണ്ട്? ഞാൻ അന്നേരം അതൊന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുവോ. അപ്പൊ ഞാൻ വെള്ളം വീഴാറുണ്ട്, പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ വെള്ളം വീഴും. സത്യമാണ്. ഇത് അതിന്റെ കുറെ പ്രോബ്ലം ഒക്കെ പിന്നീട് എന്നെക്കാളും കൂടുതൽ എൻ്റെ പപ്പാക്കൊക്കെ അറിയാം. ഞാൻ അവിടെ അധികം നിൽക്കത്തില്ല. ഈ ചില്ലിട്ട് കൊടുത്തേ ഫുള്ള് നമ്മളകത്തേക്ക് ഇങ്ങോട്ട് വെള്ളം വീഴുക. എറിച്ചിൽ എന്ന് പറയുന്നില്ലേ, എറിച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. ആ സാധനമാണ് പറഞ്ഞത് ഞാൻ. പക്ഷെ ആ ചോർച്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അത്രത്തോളം കംപ്ലൈന്റ് ബീമിന്റെ ഫ്രണ്ടില് ചോറിനൊക്കെ നമുക്കത് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. കാരണം വന്നാൽ അറിയാൻ പറ്റും. ബീമില്ലേ ഫ്രണ്ടിൽ, അത് പപ്പയൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബീമിന്നൊക്കെ ചോരുന്നുണ്ട്. അല്ലാതെ വേറെ വാർക്കയിലൊന്നും ഒരു ചോർച്ചയില്ല. ഇല്ല. ഈ രേണുസുതി തന്നെ മുമ്പ് പറഞ്ഞിട്ടൊരു വാക്ക് ഭയങ്കര കേട്ടിട്ടുണ്ട്. എനിക്കൊരു മിഠായി കിട്ടിയാൽ വരെ ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മരണം വരെ കടപ്പെട്ടിരിക്കും. ശരിക്കും ഒരു മിഠായിയുടെ കാര്യത്തിൽ വരെ ഇത്രത്തോളം നിന്നുള്ള രീതിയിലേക്ക് കടപ്പാട് കാണിക്കുന്ന ഒരാൾ. സോ ആയിട്ട് ഒരാളുടെ ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ഒരു സ്വപ്നത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വീട് കിട്ടിയിട്ടും ആ ചെയ്ത് തന്നൊരാളെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആൾ വിളിച്ച് പരാതി പറയുമ്പോഴും ഇങ്ങനെ ചോരുണ്ടെന്ന് പറയുമ്പോഴും ചെയ്യുന്ന എന്താണോ നന്മ കിട്ടിയതിനെ അപ്പുറത്തേക്ക് ഒരു പരാതി പറച്ചിൽ തന്നെയാണ് അല്ലേ? അത് എന്ത് തന്നെയാലും അങ്ങനെ തന്നെയാണ്. ആളെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം അങ്ങനെ വിളിച്ച് സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ പപ്പ വിളിച്ചിട്ടുണ്ട് ഒരുപാട്. അത് പിന്നീട് പപ്പ തന്നെ മുന്നോട്ട് പറയും. കാരണം വിളിച്ചിട്ടുണ്ട്, അന്നേരം എല്ലാം കിട്ടിയ മറുപടി വേറെയാണ്. അത് പപ്പ തന്നെ പറയുന്നുണ്ട്. പപ്പയുടെ ഫോണിലുണ്ടല്ലോ എല്ലാം. എനിക്കത് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല, ആ ആളുമായിട്ട് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല. ഉണ്ടായിരുന്നു നേരത്തെ വീട് വെക്കുന്നതിനൊക്കെ മുന്നേ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് വല്ലപ്പോഴും വീടിന്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് ഫിറോസ്കോ തന്നെ പറയുന്നു നിന്ന് രേണുസുതി അയച്ച വോയിസ് ഉണ്ടെന്നുള്ള. കോൺടാക്ട് ചെയ്ത ആൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ? മുമ്പേ അന്നയച്ച വോയിസ് എൻ്റെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞത്, കോൺടാക്ട് ഇല്ല, നമ്പർ ഇല്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് ആ വീട് വെച്ച് കഴിഞ്ഞിട്ട് തൊട്ടുള്ള കാര്യമാണ് പറയുന്നത്. ശരിക്കും ഈ വീട് വെച്ചെന്ന സമയത്ത് ഇത്ര വർഷത്തേക്ക് ഞങ്ങൾ അതിന്റെ മെയിൻ്റെനൻസും കൂടി നോക്കാം, അങ്ങനെ എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടായിരുന്നോ ശരിക്കും? ഇപ്പോൾ
എനിക്ക് അതിനെപ്പറ്റി സത്യമായിട്ട് റോഹാനെ എനിക്ക് അതിനെപ്പറ്റി അറിയൂല. ഓക്കെ. അല്ല ശരിക്കും നമുക്കൊരു വീട് കിട്ടി, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ട്, അതായത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ്. ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങൾ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല. ഈ കുറ്റം പറയുന്നതെല്ലാം വന്നാൽ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ. അല്ല ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല. കിച്ചുവും മൃദുലും എനിക്ക് ഒരുപോലാണ്. കിച്ചു വലിയ കുട്ടിയാണ്, മറ്റേ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. അപ്പം ഈ കുറ്റം പറയുന്നതെല്ലാം ഞങ്ങൾ അവിടെ വീട്ടിൽ കിടക്കുന്നു എന്നാണ് കുറ്റം പറയുന്നത് മുഴുവനും. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഓർത്ത് നമുക്കെന്നാ വീട് പൂട്ടി ആർക്കാണോ താക്കോൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേറെ വാടകയ്ക്ക് പോകാം. നല്ല ഇപ്പം എന്നാ ചെയ്യാനാ? അല്ല ഇതിപ്പോൾ കുട്ടിക്ക് വേണ്ടി കൊടുത്ത വീടാണ് പറയുന്നതിൽ എന്തെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമുണ്ട്? കാരണം സന്തോഷമേ ഉള്ളൂ. അല്ലേ, ഇപ്പം ഇത്ര ചെറിയ പ്രായമുള്ള കുട്ടിയാണ്, സ്വാഭാവികമായിട്ട് അവൻ വളരണം, അവൻ പ്രായപൂർത്തിയാവണം, ഒരു 10-13 വർഷം ഇനിയും എടുക്കും അല്ലേ. അപ്പോൾ ഈ അത്രയും വർഷക്കാലം അവൻ അനാഥനാവരുത്, അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള നിൽക്കാൻ ഒരു സ്പേസ് ഇല്ലാതെ ആവരുന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അവർ വീട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. KCDC ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ഥലം തന്നുള്ള ബിഷപ്പാണെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കാം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിക്ക് കൊടുത്ത വീട് എന്ന് പറയുന്നതിൽ നമുക്കതിൽ വിഷമം കാണിക്കില്ല. കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടിക്ക് കൊടുക്കുന്ന വീട് എന്ന് പറയുമ്പോൾ വീട് പൂട്ടിയിട്ട് ഞാൻ വേറെ വാടകയ്ക്ക് വന്ന് പറയുന്നത്? അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കമൻസുകളും റിയാക്ഷൻസ് വീഡിയോസും മുഴുവൻ പറയുന്നത് ഞാൻ അവിടെ താമസിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഇതിനുള്ള അടിസ്ഥാനം കിച്ചു പഠിക്കാനാണ് പോയത്. കിച്ചു അവിടെ നിൽക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ കിടന്ന് പറയുന്നത്. കിച്ചു നിൽക്കാത്തതിൻ്റെ കാരണം അവൻ അവിടെ കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു. ഇതിന് മാത്രം കേൾക്കാൻ എന്താ അവിടെ ചെയ്യുന്നത്? ഞങ്ങൾ എൻ്റെ വീട്ടുകാരെ പറയുന്നു, എന്നെ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് സന്തോഷമാകാതെ ഞങ്ങളവിടെ നിൽക്കുന്നതിനാണ് ഈ ഒരു എന്താ പറയുക നെഗറ്റീവ് പറയുന്നവർക്കും അതുപോലെ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്കും ഒക്കെ പ്രശ്നം അതാണ്. ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം, ഞങ്ങളുടെ വീടല്ലല്ലോ. ശരിക്കും ആളുകളും സോഷ്യൽ മീഡിയയും പറയുന്നതനുസരിച്ച് തീരുമാനം എടുക്കുന്ന ഒരാളാണോ രേണുസുതി? അങ്ങനെയല്ല. പക്ഷെ എങ്കിൽ പോലും ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഷൂട്ടിന് പോവാ, ആ കുട്ടിക്ക് തന്നെ അവിടെ നിൽക്കുക. പപ്പ അമ്മയാണ് അതിനെ നോക്കുന്നത്. അവരെ ഇറക്കി വിടാൻ പറ്റുമോ? അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർ. ഈ പറഞ്ഞ ആൾ തന്നെ അങ്ങനെയാണ്, അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു. ഞങ്ങളെ ഉദ്ദേശമല്ല വീട് തന്നത്, സുചേട്ടൻ്റെ വീട്ടുകാരെ ഉദ്ദേശമാണ് വീട്. ഇപ്പോഴാണ് ഇതൊക്കെ ഉദ്ദേശമാണ് സുചേട്ടൻ്റെ മക്കൾക്ക് ഇവർ വീട് കൊടുത്തത്. സുചേട്ടൻ്റെ മക്കൾക്ക്, ആ മരിച്ചുപോയ ആളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത്, ഇന്നോരെ ഉദ്ദേശമൊന്നുമല്ല കൊടുത്തത്. ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്, അല്ലെ എൻ്റെ അപ്പനും അമ്മയും അവിടെ നിൽക്കുന്നത്. 5 വയസ്സുള്ള കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് എന്തായാലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ആരാ ഉള്ളത്? അപ്പനും അമ്മയുള്ളൂ. പ്രായമായെങ്കിൽ അവർക്ക് 62-63 വയസ്സുണ്ട്. അവർ നോക്കുന്നില്ല ഇപ്പോഴും. അപ്പൊ പിന്നെ അവരവിടെ നിൽക്കുന്നതിന് എന്തിനാണ് ഈ കുറ്റം പറയുന്ന ആൾക്കാർ? അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ ചെയ്യുന്ന ആളല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും ഇപ്പം നമുക്ക് തന്നൊരു വീട് അല്ലേ, അതിപ്പോൾ ദാനമായിട്ട് അവരെ ഒരു തന്നിട്ടുള്ള വലിയൊരു നന്മയാണെങ്കിൽ പോലും വീട് നമ്മുടെ തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നൊന്നുമില്ല. ഇല്ല, നമ്മുടെ പിള്ളേരുടെ ആണ്. അപ്പൊ പിള്ളേരുടെ ആണെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് വേണ്ടി അളവ് തരുമ്പോൾ അതെങ്ങനെയാണ് വേർതിരിവ് വരുമോ? നമ്മുടെ തന്നെയല്ലേ. ശരിക്കും അങ്ങനെ നമുക്ക് കിട്ടിയ വീട് എന്നുണ്ടെങ്കിൽ നമ്മുടേതാണെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ് ആണെങ്കിലും അതിന് വേണ്ട എന്ത് വേണമെങ്കിലും ചിലവാണെങ്കിലും ചെയ്യേണ്ടത് നമ്മളായിരിക്കില്ല. അല്ലെങ്കിൽ ആ തരുന്നവരോ ആരാണ് ഓഫർ ചെയ്തത് അല്ലെങ്കിൽ ആരാണ് വീട് പണിതെന്ന് അവരോട് ആവശ്യപ്പെടുന്നത് ശരിക്കും തെറ്റായ കാര്യമല്ലേ? ആവശ്യപ്പെട്ടതല്ല. ഇതിപ്പം പറയുന്ന എനിക്ക് തോന്നുന്നു ആ സാധനം ഞാൻ കണ്ടില്ല ഫുൾ, പക്ഷെ ഞാൻ അറിഞ്ഞു. ഇതിപ്പം ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല. നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. പപ്പ പറഞ്ഞു, അല്ലാതെ അവര് ചെയ്യണോന്ന് ഇന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങളാരും. പക്ഷെ അമരക്കാരനായിട്ടുള്ള ആള് പറയുന്ന സംഭവിച്ചു കഴിഞ്ഞാല് ഇത് ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ ചെയ്യണോന്നാണ് വോയിസ് ക്ലിപ്പ് വരെ എന്റെ കയ്യിലുണ്ട് തെളിവായിട്ട്. അതായത് വർക്ക് ഏരിയ വേണം, അതില്ലാത്ത പക്ഷം ചെയ്തില്ല എന്നുള്ള രീതിയിലേക്ക് നവമാധ്യമങ്ങളിലൂടെ അത് പുറത്തുവിടും. നിങ്ങളത് ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കുമെന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും റിക്വസ്റ്റ് ചെയ്യാതെ ആ സാധനം അങ്ങനെ പറഞ്ഞു ആവശ്യപ്പെട്ടു സംഭവേ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യണം, വർക്ക് ചെയ്യണം ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ഇല്ല. അല്ല ഞാൻ മീൻ രേണുസുതിനെ പ്രതിനിധീകരിച്ചിട്ട് ഇപ്പൊ ഫാദറും അങ്ങനെ എന്തായാലും പറഞ്ഞിട്ടില്ലെന്ന് രേണുസുതിക്ക് അറിയാം. അല്ല വീട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു? വീട്ടിൽ നിന്ന് പപ്പ പറഞ്ഞ ഞങ്ങൾ പൈസ കിട്ടുമ്പോഴത്തേനും ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. ആള് വിളിച്ചു അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ വീട് വെച്ചതിന്റെ, അത് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ചൊല്ലി പപ്പ ചോദിക്കുന്നുണ്ടായിരുന്നു. മക്കൾക്ക് നമ്മളവിടെ പഞ്ചായത്തെ അറിയണ്ടേ ഇത് ചെയ്ത്, അത് ഇതുവരെയായിട്ട് തന്നിട്ടില്ല. അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആളെ വിളിച്ചിട്ട് വിളിച്ച് സംസാരിച്ചു, വിളിച്ചൊക്കെ സംസാരിച്ചു. ഞാനല്ല സത്യം പറഞ്ഞ ഫിറോസിക്കായ ഈ വീട് വെക്കുന്നതിന് മുന്നേ ആണ് ഇക്കായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ.
നമ്പർ പോലും എൻ്റെ കയ്യിൽ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അല്ല, വീട് വെച്ച് കഴിഞ്ഞിട്ടും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, കാരണം തുടക്കത്തിലെ വോയിസ് അയച്ചത് മുമ്പാണെന്ന് രേണുസുതി നേരത്തെ പറഞ്ഞായിരുന്നു. വീട് വെച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ 1 വർഷമാണ്, 11 മാസമായി, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ ആ വീട് വെച്ച സമയത്ത് അയച്ച വോയിസ് ക്ലിപ്പ് എന്നൊക്കെ പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ്? നേരത്തെ ആയിരിക്കും സംസാരിക്കാറുണ്ടായിരുന്നല്ലോ, വീടിനെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു. വീട് പണിക്ക് ശേഷം ഒട്ടും കോണ്ടാക്ട് ഇല്ല. വീട് പണിക്ക് ശേഷം 2-3 പ്രാവശ്യമൊക്കെ കോണ്ടാക്ട് ചെയ്തെങ്കിലും പിന്നെ അങ്ങ് എന്തോ ഒരു പിന്നെ കുറേ നാളായിട്ട് ഇല്ല, കോണ്ടാക്ട് ഇല്ല. ഇപ്പോൾ ഒരു കോണ്ടാക്ട് ഇല്ല, 11 മാസമായി കോണ്ടാക്ട് ഇല്ല. എൻ്റെ ഫോണിൽ നമ്പർ ഇല്ല ആളുടെ. ശരിക്കും ഈ ഇടയ്ക്ക് നിന്ന് ക്ലോക്ക് വീണു, തകർന്നു, അത് ഫാനാണ് വീണത്, മുറിഞ്ഞിരിക്കുന്നുണ്ട്, ബൾബ് മാറ്റി തരണം. ശരിക്കും ഇത് മാറ്റി തരണമെന്ന് ആവശ്യപ്പെടാറുണ്ടോ? ശരിക്കും ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല ഇവർ ആരുമായിട്ട്. ഈ ഫാദർ കോണ്ടാക്ട് ചെയ്യുന്നത് പപ്പ സംസാരിക്കാറുണ്ടെന്ന് എനിക്കറിയാം. പപ്പ സുധീർ എന്ന് പറഞ്ഞ മെയിൻ പണിക്കാരനുമായിട്ടും എഞ്ചിനീയറുമായിട്ടാണ് സംസാരിക്കുന്നത്. ഫിറോസ് കോഡ് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് പപ്പ പറഞ്ഞായിരുന്നു രേണുവിനോട്. പപ്പ ഇന്നലെയാണ് ഈ ഒരു പ്രശ്നം നടന്നപ്പോഴാണ് പപ്പ ഇതൊക്കെ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത്. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാറില്ല. ഞാനിവിടെ വല്ലപ്പോഴും ചെന്നാൽ മുറിയിൽ ചെന്ന് കിടന്നുറങ്ങും, കൊച്ചുങ്ങളെ കാണും, തിരിച്ച് ഷൂട്ടിന് പോകും. ഈ കുറേ ഒരു 6-7 മാസമായിട്ട് ഇത് തന്നെ നാടകം ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഈ ഷൂട്ട് തുടങ്ങുന്ന നാടകത്തിനകത്ത് ഇങ്ങനെ സജീവമായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു. ഇന്നലെ പോലും വീട്ടിൽ ചെന്നിട്ട് ഇന്നത്തെ രാവിലെ വന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാൻ എനിക്കറിയില്ല. ഫാൻ വീണ കാര്യം എനിക്കറിയാം, ഇവിടെ ഇങ്ങനെ പപ്പയുടെ മുറിഞ്ഞായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പപ്പ പിന്നീട് പറയും. അതുപോലെ തന്നെ വാഷ് ബേസിൻ വീണപ്പോൾ ഞാനുണ്ടായിരുന്നു. വാഷ് ബേസിൻ താഴോട്ട് വീണപ്പോൾ കുഞ്ഞുങ്ങൾ കളിക്കുമായിരുന്നു, പടക്കോന്ന് പറഞ്ഞാൽ താഴെ വീണ്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് വാഷ് ബേസിൻ ഇങ്ങനെ കമന്ന് കിടക്കുക. പിള്ളേർ എന്തായാലും അതിൻ്റെ അടിയിൽപ്പെട്ടില്ല, വലിയ വാഷ് ബേസിന് തീർന്നേനെ പിള്ളേർ അതിൻ്റെ അടിയിൽപ്പെട്ടിരുന്നെങ്കിൽ. പിന്നെ അത് ആരെയോ ചെയ്ത് പണിക്കാരെ കൊണ്ട് വെപ്പിച്ചു. ഇപ്പോൾ KHTC എന്ന് പറയുന്നത് അവർ തന്നെ ഒരു ബിൽഡേഴ്സാണ് ആക്ച്വലി, അല്ലേ? അപ്പോൾ അവർ ബിൽഡേഴ്സ് ഗ്രൂപ്പാണ് ഫിറോസ്കയുടെ. അതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ കുറേ അധികം പേര് സഹായിക്കുന്നുണ്ട്. ഏകദേശം ഒരു 5ഓളം വീടുകൾ ചെയ്തിട്ടുണ്ട്. 5ാമത്തെ വീടാണ് രേണുസുധീരൻ എന്നാണ് എനിക്കറിയാൻ പറ്റിയത്, തന്നിട്ടുള്ള വീടുകൾ. ഇപ്പോൾ ഫിറോസ്ഖാനെ പറയുന്നൊരു കാര്യമുണ്ട്, കമ്പാരിറ്റീവ്ലി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു 7 to 10 lakhs ആണ് ഞാൻ അതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് വന്നിരുന്നെങ്കിൽ അവർ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ആയിരുന്നു സുധീര മക്കൾക്കായിട്ടുള്ള. മുന്നോട്ട് കാണുമ്പോൾ ആ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇപ്പോഴേ കിടന്ന് ഇപ്പോഴും ഞാൻ കള്ളിയാകും. ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ രേണുസുതി കള്ളിയാവും. രേണുസുതിയുടെ കള്ളങ്ങൾ നമുക്ക് അവരിപ്പോൾ വീട് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോം ടൂറിലാണെങ്കിൽ തന്നെ, ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ ഹോം ടൂറിലൊക്കെ നമ്മൾ വീടുകൾ കുറേ പേര് കണ്ടതാണ്. ആ സമയത്ത് 1 മാസമല്ലേ ആയുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു വീട് തന്നു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് താമസിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ അത്? ഇല്ല, മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ താമസിക്കുന്ന നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ലല്ലോ, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല. ആകുമ്പോൾ നമ്മൾ ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രത്തോളം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്ത് സാധനങ്ങൾ മാറുന്നു? ഇല്ല, ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല. എനിക്ക് നല്ല ഉറപ്പാണ്, 100% ഉറപ്പാണ്, ഞാൻ ഒന്നും ആവശ്യപ്പെട്ടില്ല. എന്ത് തോന്നുന്നു സ്വയം ചിന്തിക്കുന്ന സമയത്ത്? അങ്ങനെ ഒരു വന്ന സമയത്ത് ഒരു ശീതലടിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ ഒരു സൈഡ് ഗ്ലാസ് ഇപ്പോൾ സംസാരത്തിൽ അറിയാൻ പറ്റിയത് ഒരു 3000-4000 ചിലവ് വരുന്നു എന്ന് പറയുന്നു. ശരിക്കും അത് ഞാനായിട്ടത് മാറ്റണത്, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് മാറ്റണമായിരുന്നോ, അല്ലെങ്കിൽ അത് ശീതലടിക്കുന്ന ഒരു പരാതി ഞാൻ മാധ്യമങ്ങളോട് പറയണമായിരുന്നോ? എന്ത് തോന്നുന്നു? എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല. ഞാനുള്ള കാര്യമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ശരി, ആ വെള്ളം വീഴുന്നുണ്ട്, പറഞ്ഞ സത്യമാണ്. കാരണം കുറേ നാളായിട്ട് വിളിക്കുന്നുണ്ട്. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ നമുക്ക്, അതിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. 1 വർഷം ആകുന്നത് ഇതുവരായിട്ട് തന്നിട്ടില്ല. ശരിക്കും തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനൊരു മിഠായി കിട്ടിയാൽ വരെ പറഞ്ഞ ആള് ഏകദേശം ബിഷപ്പ് നോബൽ ഫിലിപ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഏകദേശം ഒരു 4 lakhs വരുന്ന ഒരു 7 സെന്റ് സ്ഥലമാണ് വരുന്നത്. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഫിറോസ്ക ഏകദേശം ഒരു 20 to 25 lakhs ആണ് ഇത് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് രണ്ടും കൂടി ഏകദേശം ഒരു 50 lakhs വരുന്ന ഒരു പ്രോപ്പർട്ടി ആണുള്ളത്. ഒരു മുട്ടായി കിട്ടിയാൽ വരെ നന്ദി പറയുന്ന രേണുസുതി എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടും അതിനോടൊരു കടപ്പെട്ടിരിക്കാത്ത? ഞാൻ എന്നും നന്ദിയുള്ളതായിട്ട് തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു അല്ല, തീർച്ചയായും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നും നന്ദി പറയുന്നുണ്ടല്ലോ, ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്ത് ചോർന്നപ്പോൾ ഞാൻ പറഞ്ഞു. എന്നോട് ആരോ ചോദിച്ചു, ഞാനത് പറഞ്ഞു, സത്യമായിരുന്നു. ശരിക്കും അവരെങ്ങനെയാ അറിയുന്നത്? ഇപ്പോൾ അത് അതെങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല? ആണല്ലേ? അവർ റാൻഡമായിട്ട് അങ്ങനെ വന്ന് ചോദിച്ചതാണ് ശരിക്കും ഈ ചോദ്യം എന്നുള്ളത്. ഇനി അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചത് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട് ശരിക്കും? എനിക്ക് അങ്ങനെയില്ല. കാരണം ചോരുന്നുണ്ടെന്ന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചോരുന്നുണ്ട്, മഴ പെയ്തപ്പോൾ വെള്ളം ചാറ്റൽ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, സത്യമാണ്. ശരിക്കും ആള് തന്നെ പറഞ്ഞൊരു അവസാനം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ പ്രവാസിയായിരുന്നു, ഞാൻ ഇവിടെ ഒന്ന് ഏകദേശം 5ാമത്തെ വീടാണ് ചെയ്യുന്നത്, പക്ഷേ ഈ ചെയ്തതിന്റെ പേരിൽ എനിക്ക് കിട്ടും. കാരണം ഞാൻ പറയട്ടെ, 24കാരാണ് വീട് തരാമെന്ന് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇവരാണ് KHDC, ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല. KHDC ഫിറോസിക്ക തന്നെയാണ് 24 ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഞങ്ങളുമായിട്ടല്ല കോൺടാക്ട് ചെയ്തവർ. അല്ല, 24 കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞാലും വീട് തരുന്നത് നിങ്ങൾക്കല്ലേ? അതെ, നിങ്ങൾ മക്കളെയല്ലേ അവർക്ക് അവരൊരിക്കലും 24 വേണ്ടിയിട്ട് അവര് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായി. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്താണ് തരാത്തത്?
ഞാനല്ല ചോദിച്ചത്, എൻ്റെ പപ്പയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ്. ഞങ്ങൾക്ക് വീടിന് ഇത് നമ്മൾ റേഷൻ കാർഡ് ഒക്കെ ചേർക്കണ്ടേ, പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ടേ, അതുപോലെ ഇത് അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. സംസാരിച്ചപ്പോൾ എല്ലാം തരില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയട്ടെ. എന്നോടല്ല പറഞ്ഞത്, പപ്പ അത് പറയുന്നുണ്ട്, പപ്പയോട് പറയുന്നുണ്ട്. 1 വർഷം ആകുന്നില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. സർട്ടിഫിക്കറ്റ് തരട്ടെ. സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞത് അല്ല, ഈ വിഷയം 2-3 ദിവസമല്ലേ ആയുള്ളൂ. അതല്ലേ ഞാൻ പറയുന്നത്, ഇതെന്താ തരാത്തത്? അത് തന്നാലേ പറ്റുള്ളൂ നമുക്ക്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇതെന്താ സർട്ടിഫിക്കറ്റ് ആണെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ലോകപരിചയം ഇല്ല. എന്താ സർട്ടിഫിക്കറ്റ് ആണെന്ന് പോലും എനിക്കറിയില്ല. പപ്പ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു സാധനം തന്നിട്ടില്ല, വീടിന് നമ്പർ ഇട്ടിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വീടല്ല അത്, അതിൻ്റെതായുള്ള രീതി വേണ്ട നിൽക്കാൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ, പപ്പാക്ക് അറിയത്തുള്ളൂ അതിനെപ്പറ്റി. നമ്മൾ ശരിക്കും അങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞിട്ട് ആൾ തന്നെ അവസാനം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ഏകദേശം 5 വീട് പണ്ട് കൊടുത്തു, ഞാൻ ഈ പ്രവൃത്തി നിർത്തുകയാണ് ഇതോടെ. ഇനി ഞാനിത് ചെയ്യേണ്ട, ഞാൻ ഇതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ആളൊരു ബിൽഡർ കൂടിയാണ്, ആൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കസ്റ്റമേഴ്സ് ക്ലയൻസ് ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പം ഇങ്ങനൊരു വീട് വന്നു എന്ന് പറഞ്ഞാൽ ആളുടെ ബിസിനസ്സിന് വേണ്ടി ബാധിക്കും എന്നുള്ള രീതിക്ക്. അപ്പോൾ സതുദ്ദേശത്തോട് ചെയ്തൊരു കാര്യത്തിനെ ആൾക്ക് തന്നെ അത് വിനയായി, ആൾക്ക് തന്നെ അത് ദോഷം ചെയ്തു, ഞാൻ പരിപാടി നിർത്താം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റോട് എത്തുന്നു. അത് കുറച്ച് വേദനാജനകമല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ അദ്ദേഹത്തെ ഒന്നും കുറ്റം പറഞ്ഞില്ലല്ലോ. ഞാൻ വീട് ചോരുന്ന കാര്യമല്ലേ പറഞ്ഞത്. അതേ ഞാൻ പറഞ്ഞു. ഒരാളുടെ ചെയ്ത പ്രവൃത്തി കുറ്റം എനിക്ക് ഞാൻ കുറ്റമായിട്ടല്ല ഞാൻ ചെയ്യുന്നൊരു മൂവി ആക്കി രേണുസുതി ആ മൂവിയെ മോശമാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മൂവിനെ മാത്രമല്ല രേണുസുദിനും കൂടിയാണ് പറയുന്നത് അല്ലേ? ആള് ചെയ്തൊരു പ്രവർത്തനമാണ് ദോഷം പറയുന്നതെങ്കിൽ ഞാൻ ആള് ചെയ്തതെന്നല്ല, ഒരുപാട് പറഞ്ഞു നോക്കി. ഇത് നമുക്ക് ഇതിന്റെ സംഭവങ്ങളൊന്നും അറിയില്ല. എന്റെ പപ്പായ്ക്ക് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഡീറ്റെയിൽ. എനിക്ക് ആ വെള്ളം വീഴുന്ന കാര്യം ചോദിച്ചപ്പോൾ ഞാനത് സത്യം പറഞ്ഞു. അതിൽ ഇതിന്റെ ബാക്കി കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ശരി? അതെനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി പറയാൻ. അത് കാരണം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ കുറെ പപ്പയായിട്ടായിരുന്നു ഇവരെല്ലാം കോണ്ടാക്ട് ചെയ്യും, മെയിൻ കോൺട്രാക്ടറും അവരും ഒക്കെ ആയിട്ട്. അപ്പം എനിക്ക് അതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അറിയാത്ത കാര്യം ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് നാളെ ഒരു ഇതാകരുത്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അത് കിട്ടിയാലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സർട്ടിഫിക്കറ്റ് അവരെ തരേണ്ടത്. കുറച്ചൊരു ഡിലേ ആയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല, തരില്ല എന്ന് പറഞ്ഞാലോ, ഡിലേ ആണെന്ന് തരില്ല, അത് തരാൻ പറ്റത്തില്ല. അല്ലെ പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, എങ്ങനെ പറഞ്ഞാലോ, ഇത് പപ്പയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പറയാതെ ബുൾഡോസർ വെച്ച് കളയുമെന്ന് പറഞ്ഞതോ? അതെന്താ നിങ്ങൾ അതൊന്നും, അതാ ഞാൻ പറഞ്ഞത്, ഒരു വശം മാത്രം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആരാണ് പറഞ്ഞത്? ഫിറോസിക്ക പറഞ്ഞെന്നാണ് ഒരാൾ എൻ്റെ പപ്പയോട് പറഞ്ഞത്. ഒരാളെന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ച് നിരത്തുമെന്ന് പറഞ്ഞു. അതൊന്നും നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആളത് പറയും, എന്റെ പപ്പ അത് പുറത്ത് പറയും. ഫിറോസിക്ക പറഞ്ഞെന്ന് വേറൊരാളാണ് പപ്പയോട് പറഞ്ഞത്. പപ്പ അത് പറയും, പറയാതിരിക്കുന്നത്. കാരണം ഇത്രയും പറഞ്ഞെങ്കിൽ ഇനി നമുക്കും പറയാലോ. പുള്ളി പറയും പപ്പ, എനിക്കത് ഡീറ്റെയിൽ അറിയില്ല. കാരണം ഇങ്ങനെയാണെങ്കിൽ ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പപ്പയോട് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഫിറോസിക്ക പറഞ്ഞെന്ന് പറഞ്ഞ വേറൊരാളാണ് പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് ഞാനുള്ള കാര്യം പറയുള്ളൂ. ഞാൻ ഫിറോസിക്ക പറഞ്ഞെന്നല്ല, ആള് പറഞ്ഞെന്ന് പറഞ്ഞ വേറൊരാളാന്ന് വന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സൈഡ് മാത്രം ഇതിന്റെ സത്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരുമ്പം ഈ വീണ്ടും ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വരും. അപ്പോഴായിരിക്കും എനിക്ക് അറിയാവുന്നത്. കാരണം എനിക്ക് ഒരു സൈഡ് മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യം, അതിന്റെ ഉള്ളിൽ വേറെ, ഞാൻ പറഞ്ഞില്ല, വേറെ കുറെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഇത്രയും എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്ന ഒരാൾ ഇത്രയും ഗൗരവമായിട്ടുള്ള വിഷയം വരുമ്പോൾ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാനോ, ഇത് ആര് പറഞ്ഞു പപ്പോട്, അല്ലെങ്കിൽ ഫിറോസ് ഇങ്ങനെ സംസാരിച്ചിട്ടോ, അത് ദിവസമല്ലേ ആയുള്ളൂ. ചോദിക്കാൻ സമയം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു വീഡിയോയും എന്നെ നെഗറ്റീവ് അടിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ എൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് ഇവർ ആക്ച്വലി നെഗറ്റീവായിട്ട് പറയുന്ന വീഡിയോ പറയുന്നത് ഓൾറെഡി ചോരുന്ന വിഷയം പറഞ്ഞതിന് ശേഷമാണ് അവർ അല്ലെ റിയാക്ഷൻ വരുന്നത്. അത് ആദ്യമേ ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ഇറക്കിയതല്ല. ഓൾറെഡി പറഞ്ഞതിനുള്ള ഒരു മറുപടി പോലെയായിരുന്നു അവരുടെ വീഡിയോ വന്നിട്ടുള്ളത് അല്ലെ? തുടങ്ങി വെച്ചത് ആക്ച്വലി രേണു തന്നെയാണ്. അതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അവര് തന്നെ ഇതെല്ലാം ചെയ്തു തരാന്നാണ്. കാരണം ആ ഒരു മനസ്സിലാക്കാൻ പറ്റിയ ആള് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ അത്ര ഭദ്രമല്ല, കുറച്ച് ഡൗൺ ആയ സമയമാണ്. ഡീറ്റെയിൽ പറയാം, പക്ഷെ ഇതെല്ലാം സത്യം തെളിയുന്ന ഒരു സമയം വരും. വെയിറ്റ്, സത്യമായിട്ട് എനിക്ക് ഓരോ തെളിവും വെച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാവും. എനിക്ക് ഇത്രയും കാര്യമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്.
എനിക്കതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ചുമ്മാ വിടുവായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട ശരിക്കും ബിഷപ്പ് ആയിട്ടുള്ള എന്താണ് സ്ഥലം 7 സെന്റ് സ്ഥലമാണ് ബിഷപ്പ് മക്കളുടെ പേരിൽ. അതിന്റെ ആധാരമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുമായിട്ടൊരു പ്രശ്നം. ബിഷപ്പിനെ ഇന്ന് രാവിലെ ഞാൻ കണ്ടു, ഹായ് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. എന്തുകൊണ്ടാണ് ബിഷപ്പ് പറഞ്ഞത് ഇതേ ഒരു രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ? ഞാനത് അവരുടെ എനിക്ക് അത്രത്തോളം പരിചിതമല്ലായിരുന്നു സുധീനെ. ഞാൻ വിദേശ രാജ്യങ്ങളിലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്, ആ സാഹചര്യം മനസ്സിലാക്കി ആ സ്ഥലം കൊടുത്തതെന്ന് പറഞ്ഞു. എത്രത്തോളം വില വരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു അതിന്റെ പേരിൽ ഞാൻ കേൾക്കേണ്ടുന്ന കുറെ പഴികളുണ്ട്, ഞാൻ ഇനി അങ്ങനെ സഹായിക്കുന്നത് നിർത്താണെന്ന് പറഞ്ഞു. കേൾക്കേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തന്നേനല്ല, ഞങ്ങൾക്ക് കൊല്ലം സുധിക്ക് കൊടുത്ത വീടുള്ളത് കൊണ്ടാണ് അവിടെയുള്ള കുറേ സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്ഥലങ്ങൾ വിറ്റ് പോകുന്നെന്നുള്ള വാർത്തകൾ അവിടെ പരന്നു. അദ്ദേഹം നമുക്ക് വീട് തന്നുകൊണ്ടാണ് സ്ഥലങ്ങളെല്ലാം വിറ്റു. പക്ഷെ അതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, അല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തിയതല്ല അദ്ദേഹം. സംസാരിച്ചിരുന്നത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ സംസാരിച്ചു. അതാണ് ചില വീഡിയോസ് അല്ലെങ്കിൽ ചില ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്കെതിരെയുള്ള കാര്യങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നോക്കാന്നേ, വരും ദിവസങ്ങളിൽ അടുത്ത വീഡിയോ ഇറങ്ങട്ടെ ബിഷപ്പിന്റെ. ഇങ്ങനെ വന്നിട്ട് ആളുടെ ഫിറോസ് ഖാനായിട്ട് നേരിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ സംസാരിച്ചിട്ടില്ല. ഇനി സംസാരിക്കാൻ തയ്യാറാണോ? എന്തിന്? എനിക്കിതിനെ പറ്റി ഞാൻ പറയട്ടെ. ഈ ഫിറോസ് ഇത് ശരിക്കും ഇത് രേണുസുധിയായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇത് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടതും ആക്ച്വലി എനിക്ക് എൻ്റെ വീട്ടുകാരോട് ചോദിക്കണം, എന്നിട്ടല്ലേ എനിക്ക് പറ്റത്തുള്ളൂ. ഞാൻ നേരിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞില്ല, ആ വീട് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഫിറോസൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല, സംസാരിച്ചിട്ടേ ഇല്ല. ഈ മുഴുവൻ കോണ്ടാക്ട് ചെയ്യുന്ന എൻ്റെ പപ്പയൊക്കെ ആയിരുന്നു വീടിനെ പറ്റി. ഞാൻ പറഞ്ഞു അവിടെ നിന്നിട്ടില്ല. അങ്ങനെയായിരുന്നു സംഭവം.